എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വളരെ ശക്തമായിട്ടുള്ള മഴയിൽ പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുന്നു. പലരുടെയും വീടുകളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മണ്ണിടിച്ചിൽ വളരെ ഭീകരമായിട്ടൊരു സംഭവമാണ്. കാരണം ഈ കിണറിൻ്റെ സൈഡ് ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് കിണറേ അപ്പാടെ പോകുന്നു. അതുമാത്രമല്ല വീടിടിഞ്ഞ് വീഴുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചാലക്കുടി നഗരസഭയിൽ 26-ാം വാർഡിൽ എടക്കാട്ട് ഉദയഭാനു എന്ന് പറയുന്ന ചേട്ടൻ്റെ മകളുടെ വീട്, ദയാ വിമേഷ് എന്ന് പറയുന്ന അവരുടെ മകളുടെ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. എൻ്റെ പിറകിൽ കാണുന്നതാണ് അവരുടെ മകളുടെ വീട്. ഇത് നമ്മുടെ ഈ വാർഡിലെ പരിസരവാസികളും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുന്ന ആളുകളാണ്. ഇതെന്താ സംഭവിച്ചാൽ ഇന്നലെ 11 കൂടിയിട്ട് ഈ മകള് മുകളിലിരുന്ന് നോക്കുമ്പോഴാണ് ഈ പറയുന്ന മണ്ണിടിഞ്ഞ് വീഴുന്നതായിട്ടുള്ള സംഗതി കാണുന്നത്. അത് കണ്ടതുകൊണ്ട് ഭാഗ്യം. അതല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിരുന്നെങ്കിൽ അത് മറ്റൊരു ചോദ്യം. അതിനുശേഷം അവർ ആളുകളെ അറിയിച്ചു. ഇപ്പോൾ ഈ വീടിനോട് ചേർന്ന് ഒരു പാത്ത് ഇട്ടുണ്ട്. ആ പാത്ത് ശരിക്കും പറഞ്ഞാൽ ടൈലേപ്പാടെ ഇടിഞ്ഞ് ഉള്ളിലേക്ക് പോയിക്കണം. തൊട്ടടുത്ത് തന്നെയാണ് ഈ വീടിൻ്റെ കിണർ. ഏകദേശം 20 വർഷമായിട്ടുള്ള കിണർ കുത്തി കഴിഞ്ഞിട്ട് ഒരു 10-12-14 കോല് ഉണ്ടാവും. 2 റിങ്ങാണ് ഇട്ടിരിക്കുന്നത്. ആ 2 റിങ് വെള്ളം അതിൽ മൊത്തം ഇപ്പോൾ കലങ്ങിയ സ്ഥിതിയാണ്. കുടിവെള്ളത്തിന് ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും വീടുകളെ ആശ്രയിക്കണം. ഇപ്പോൾ ഇവർ ഇവിടുന്ന് താമസം മാറുകയും ചെയ്തു. ഇതിലുള്ള ഏറ്റവും ഇവിടുത്തെ പരിസരവാസികൾക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് 2018 ഇവിടെ ഇതേ ഉദയഭാനു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്, ഇത് ചാലക്കുടി പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. അവിടെ മണ്ണിടിഞ്ഞ് ഏകദേശം ഒരു 10-22 മീറ്ററോളം സ്ഥലം പുഴയിലേക്ക് തള്ളിപ്പോയി. ഇവിടുത്തെ പരിസരവാസികളുടെ വല്ലാത്തൊരു വിഷമകരമായിട്ടൊരു വല്ലാത്തൊരു ആവശ്യമാണ് ഇത് കെട്ടിത്തരണമെന്നുള്ളത് ആ സൈഡ്. പക്ഷേ ഈ വാർഡിൽ മാത്രം യാതൊരു ഇടപെടലും നടന്നിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അതൊരു വലിയ വിപത്തായിട്ട് തന്നെ നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇനി മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചേട്ടൻ്റെ വീട് ഈ സൈഡിലുള്ള ഈ മണ്ണിടിച്ചിൽ ഇതിപ്പോൾ ഇടിഞ്ഞു വീണു. ആ കിണർ മൊത്തം കലങ്ങിയിരിക്കുകയാണ്. ഇനിയും സ്വാഭാവികമായിട്ടും പല കിണറുകളിലും ഇങ്ങനെ ഭീഷണി ഉണ്ടെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഉദയഭാനു ചേട്ടനും വാർഡ് മെമ്പർ ജിതി ചേച്ചിയും അതുപോലെ തന്നെ ഈ പരിസരവാസികൾ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് ചോദിച്ചറിയാം. രാത്രി ഒരു 11 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് വിളിച്ച് പറഞ്ഞത്. ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മുകളിലത്തെ നേരം മുകളിൽ അവർ കിടക്കണത്. താഴേക്ക് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ കിണറിങ്ങനെ സൈഡ് ഇടിഞ്ഞിറങ്ങണത്. അങ്ങനെ ഞങ്ങൾ വന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ തന്നെ ഞാനും പേരക്കുട്ടിയും കൂടി ഷീറ്റൊക്കെ വലിച്ചു കെട്ടി അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ ഇന്ന് രാവിലെയാണ് കിണറ്റിലേക്ക് നോക്കിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത് പോകാനായിട്ട് പേടിയുണ്ടായിരുന്നു. കിണറിൽ വെള്ളം കലങ്ങിയിട്ടുണ്ട്. കിണറിൽ വെള്ളം കലങ്ങിയത് 2 റിങ് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതായത് 12 കോല് ഉള്ള താഴ്ചയുള്ള കിണറാണ്. ഇത് എത്ര കുത്തിയിട്ട് ഒരു 10-20 കൊല്ലത്തോളായിരുന്നു. ചാലക്കുടി നഗരസഭ വാർഡ് 26 മൂഞ്ഞേരി ഭാഗമാണ്. ഉരിയത്ത് അമ്പലത്തിനോട് സമീപമുള്ള ഭാഗമാണ്. ഇവിടെ ഉദയഭാനു എടക്കാട്ടിൽ ഹൗസ് അദ്ദേഹത്തിന്റെ മകളുടെ വീടാണ് ഈ കാണുന്നത്. അതിന് തൊട്ട് ചേർന്നിട്ട് തന്നെ കിണറുണ്ട്. ഈ കിണറിന്റെ പകുതിയോളം ഇടിഞ്ഞു കിടക്കുകയാണ്. 6 അടിയോളം സാധാരണ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഈ വീടിന്റെ ഭിത്തിയോട് ചേർന്നിട്ടുള്ള അടിഭാഗത്തുള്ള മണ്ണൊക്കെ കിണറിലേക്ക് ഒലിച്ചങ്ങോട്ട് പോയി. ഇന്നലെ രാത്രി ഒരു 11:30 കൂടിയിട്ടാണ് സംഭവിച്ചത്. നല്ല മഴയുണ്ടായിരുന്നു. ഒരു വലിയ സൗണ്ട് കേട്ടതിന് വിളിച്ചൊന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്. ഇതിന് മുന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. പക്ഷേ അത് ശരിക്കും കിണർ നല്ലോണം ഇരുന്ന് പോയിട്ടുണ്ട്. റിങ് വാർത്ത കിണറാണ്. ഇവിടെ നോക്കി അറിയാം ഇവർ ഉപയോഗിക്കുന്നത് ഈ വെള്ളം തന്നെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി സംഭവിച്ച മഴയിലാണ് ഇങ്ങനെ നല്ലോണം ഈ കിണർ ഇരുന്ന് പോയിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട്. എടക്കാട്ടിൽ ഉദയഭാനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മകളാണ് ഇപ്പുറത്ത് താമസിക്കുന്നത്. വേറെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അകത്തൊന്നും വിള്ളലോ അതൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റ് ഉദ്യോഗസ്ഥരെ മറ്റേ വില്ലേജ് ഓഫീസറെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അവർ ഉടനെ തന്നെ ചെയർമാനൊക്കെ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് മുൻപ് ഇതുപോലെ തന്നെ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലും ഇടിച്ചിലുണ്ടായിട്ടുണ്ടോ? അങ്ങനെ വീടുകളിലോ അല്ലെങ്കിൽ വേറെ പ്രദേശങ്ങളിലൊക്കെ? ഈ ഭാഗം ഏകദേശം പുഴയുടെ അടുത്ത് തന്നെ കിടക്കുന്ന ഭാഗമാണ്. വെള്ളക്കെട്ടൊക്കെ വരുമ്പോൾ ഈ ഭൂമി ഒന്നാമത് അനക്കം തട്ടി കിടക്കണതായതുകൊണ്ട് മരങ്ങളൊക്കെ കടപുഴകി വീഴാറുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു ഇരുന്നിട്ടുള്ള ഇങ്ങനെ കിണർ താന്നു പോകുന്ന ഒരു സംഭവം ഇത് ആദ്യമായിട്ടാണ്. ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ആശങ്കയാണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ താമസിക്കും. ഇന്നലെ രാത്രി 11:30 സംഭവിച്ച ശേഷം ഈ വീട്ടിലെ എല്ലാ ആളുകളും തൊട്ടടുത്ത് അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ഇതിനോട് ചേർന്നുള്ള വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റുമെന്നുള്ളത് അവർ വന്ന് നോക്കിയതിന് ശേഷം, കാരണം മണ്ണ് കുറേ പോയിട്ടുണ്ട്. ഇനിയും വീണ്ടും ഇത് ഇരുന്ന് പോകാനായിട്ട് വീട് ഒരു ഭാഗം ഇരുന്ന് പോകാനുള്ള സാധ്യത ഉള്ള കാരണം കൊണ്ട് ഇത്തിരി ആശങ്കയോടുകൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് ഈ മകളുടെ വീടിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു കിണർ ഇതുപോലെ തന്നെ ഈ സെയിം കേസിൽ റിങ് വാർത്ത കിണറായിരുന്നു. അതിന്റെ സൈഡും ഇടിഞ്ഞ് താഴേക്ക് മണ്ണ് ഇരുന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും ഈ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ വീടിനോട് ചേർന്ന് അസ്ഥിവാരത്തോട് ചേർന്ന് ഉള്ള മണ്ണ് ഒരു 6 അടിയിലധികം താഴേക്ക് ഇരുന്ന് പോയി കാണും. അതിന്റെ കുറച്ച് ഭാഗം ഇതിനോട് ചേർന്നുള്ള കിണറിൽ 12 കോലിലധികം താഴ്ചയുള്ള കിണറാണ്, റിങ് അടിച്ച കിണറാണ്. ഈ കിണറിലേക്കും വന്നിട്ട് ഇപ്പോൾ അവരുടെ കുടിവെള്ളം പ്രശ്നം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലുള്ള ദയയ്ക്കും മക്കൾക്കും താമസിക്കാനൊരു ഭീഷണിയായി ഇവരുടെ കുടിവെള്ള പ്രശ്നം ഇവിടെ രൂക്ഷമായിട്ട് വന്നിക്കാം. ഇവരുടെ തൊട്ടടുത്ത്
ഈ വീടിന്റെ തൊട്ടടുത്താണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. 2018 പ്രളയത്തിൽ ഈ പറമ്പിന്റെ ഒരു 20 മീറ്ററോളം ചാലക്കുടി പുഴ എടുത്തു പോയിട്ടുണ്ട്. ഒരു 20 മീറ്ററോളം എടുത്ത് ഒരു 20-22 സെന്റോളം പോയിട്ടുണ്ട്. ഉദയചാണ്ടിന്റെ പറമ്പിന്റെ ചേർന്നാണ് ചാലക്കുടി പുഴ ഒഴുകണേ. അപ്പൊ അന്ന് ഗവൺമെന്റ് ഇവിടെ സൈഡ് കെട്ടും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് കെട്ടലൊന്നും ഈ ഭാഗത്തുകാർക്കൊന്നും അങ്ങനെ പുഴ പ്രൊട്ടക്ട് ചെയ്ത് കിട്ടിയില്ല. അതിന്റെ ഒരു ഭീഷണിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഇടിച്ചിൽ വരാനായിട്ട് ഇനി സാധ്യതകളുണ്ട്. അതെ, ഇനിയും ഈ പ്രദേശങ്ങളിലുള്ള അപ്പൊ നമ്മൾ പറയുന്നത് ഇവിടങ്ങളിലുള്ള കിണറുകളും വീടുകളും ഒക്കെ എല്ലാവരും ഈ ഒരു ഭീഷണി മനസ്സിൽ കരുതിയിട്ട് വേണം ഇനി ഇവിടെ ജീവിക്കാൻ. 18 വെള്ളപ്പൊക്കത്തിൽ ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളുടെയും അതിർത്തി വരുന്ന ചാലക്കുടി പുഴ തീരത്താണ്. ഓരോ വീടുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 മീറ്റർ 25 മീറ്റർ ഉള്ളിലോട്ട് മണ്ണെടുത്ത് പോയി. പല വീടുകളുടെയും വശങ്ങൾ ചേർന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയി ഏത് സമയത്തും നിലം പതിക്കാവുന്ന രീതിയിലാണ്. നമ്മുടെ പാടിവട്ടത്ത് മന എന്ന് പറയും ഫേമസ് ആണ്. ആ ഏരിയ തൊട്ട് മൊത്തം നമ്മളെല്ലാവർക്കും കളക്ടറടക്കം ഉള്ള കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും ഈ ഏരിയയിൽ മാത്രം നമ്മളൊരു മതിൽ കെട്ടിത്തരാനോ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ചെയ്തു തരാനോ നമ്മൾ ഇതുവരെ ഏത് അധികാരികളും മുന്നോട്ട് വന്നിട്ടില്ല. 26-ാം വാർഡിലെ വീടുകൾ പാടിവട്ടത്ത് മനയാണ്. ഇതൊക്കെ ആയിരുന്നു പാടിവട്ടത്ത് മന എന്ന് പറയും. ഒരു അമ്പലമൊക്കെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു 10-800 മീറ്റർ ദൂരം മൊത്തം അടുത്തൊരു ഒരു വിപത്ത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വീട് രാത്രി ഒഴുകി പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാരെല്ലാം കൂടെ പോകും. ഇത് എല്ലാവരും വന്ന് കണ്ടതാണ്, കളക്ടർ അടക്കം വന്ന് കണ്ടതാണ് തന്നെ പറയുന്നത്. നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു വ്യക്തിയെ കൊണ്ട് കെട്ടാൻ പറ്റുന്നതല്ല അത്. ഇവിടെ വന്ന് നോക്കുക, കാണുക, ബോധ്യപ്പെടുവാണെങ്കിൽ മാത്രം. അത്രയും ഒരു അപകട രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പുഴയുടെ തൊട്ടടുത്താണ്. ഇപ്പോൾ ഈ സൈഡിൽ കണ്ട ഇത് ഈ ഉദയഭാനു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പറമ്പാണത്. ഇതിപ്പോൾ ഞാൻ ആ ചൂണ്ടിക്കാണിക്കുന്ന പാടില്ല, അതാണ് ശരിക്കും പറഞ്ഞ ആളുടെ അതിർത്തിയായിരുന്നു. അത് അത്രയും പാർട്ട് ഇവിടുന്ന് തള്ളി പുഴയിലേക്ക് പോയി. ഇതുപോലെ പല വീടുകളുടെയും പറയുന്ന ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലം സന്ദർശിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ചുവപ്പ് നാടയിൽ അത് കിടക്കണം. എന്താ ചെയ്യുക, ഈ പറമ്പുകൾ മുഴുവനും ഇതുപോലെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഭരണാധികാരികൾ വളരെ കൃത്യമായി തന്നെ സമയത്ത് ഇടപെടുമ്പോഴാണല്ലോ അത് ഉപകാരത്തിലെത്തും.